ഷാഫിക്കെതിരായ ഇന്നലത്തെ പോലീസ് നടപടി കൂടുതൽ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പലയിടങ്ങളിൽ നിന്നായി പ്രതിഷേധങ്ങൾ കൂടി ഉണ്ടാകുന്നു. തൃശൂരിൽ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിൽ എടുത്തിരിക്കുകയാണ് പോലീസ്. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് കസ്റ്റഡിയിലെടുത്തത്. യുവമോർച്ച പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങൾ നൽകും. നടരാജ്, സംസ്ഥാന വ്യാപകമായി ഇന്ന് സമരം പ്രതിഷേധിക്കുമെന്ന് കോൺഗ്രസ് തന്നെ അറിയിച്ചിരിക്കുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് തൃശൂരിലും ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പ്രവർത്തകരെ കരുതൽ തടങ്കലിലെടുത്ത് മുൻകരുതലെടുക്കുകയാണ് പോലീസ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇനി ഇത്തരം ദൃശ്യങ്ങൾ സംസ്ഥാനത്തുടനീളം നമ്മൾ കാണേണ്ടി വരും. തീർച്ചയായും മുഖ്യമന്ത്രിക്കെതിരെയും സർക്കാരിനെതിരെയും പ്രതിഷേധം വലിയ രീതിയിൽ അലയടിക്കുകയാണ് സംസ്ഥാനത്ത്. അതിന്റെ ഭാഗമായി ഇന്ന് മുഖ്യമന്ത്രി തൃശൂർ ജില്ലയിൽ എത്തിയപ്പോഴാണ് കരിങ്കൊടി പ്രതിഷേധത്തിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തിയത്. തൃശൂർ ടൗൺ ഹാളിന് സമീപത്തെ ഹോട്ടലിലാണ് ഇവർ നിലയുറപ്പിച്ചിരുന്നത്. പോലീസ് പ്രത്യേക വിവരത്തിന്റെ അടിസ്ഥാനത്തിലെത്തി ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. 3 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. അല്പസമയം മുമ്പ് യുവമോർച്ചയുടെ 3 പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ശബരിമല വിഷയത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാട്ടാൻ യുവമോർച്ച പ്രവർത്തകരും തൃശൂർ രാമനിലയത്തിന് സമീപമെത്തിയത്. സർക്കാർ ഗസ്റ്റ് ഹൌസ് ആണത്. രാമനിലയത്തിലാണ് മുഖ്യമന്ത്രി താമസിച്ചിരുന്നത്. ഇതിന് സമീപത്തെത്തിയ 3 യുവമോർച്ച പ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്തായാലും മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ഔദ്യോഗിക പരിപാടികൾ 2 പരിപാടികളാണ് മുഖ്യമന്ത്രിക്ക് ജില്ലയിലുള്ളത്. രാവിലെ 8 മണിക്ക് പോലീസ് അക്കാദമിയിലെ മുഖ്യമന്ത്രിയുടെ പരേഡ് ഉൾപ്പെടെയുള്ള പരിപാടികൾ തുടങ്ങിക്കഴിഞ്ഞു. ഒരു പരിപാടി കൂടി തൃശ്ശൂരിലുണ്ട്. അത് കഴിഞ്ഞാൽ മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് മടങ്ങും.